നമുക്ക് ലവിക്കുട്ടനായിട്ട് ഫസ്റ്റ് ടൈം വന്ദേ ഭാരത് കയറാം. ലവിക്കുട്ടനായിട്ട് ഫസ്റ്റ് നമ്മൾ നാട്ടിൽ വന്നപ്പോൾ ഞാനും അച്ചു ആഗ്രഹിച്ചതായിരുന്നു വന്ദേ ഭാരതിലൊന്ന് കയറണമെന്ന്. അന്ന് അത് നടന്നില്ല. ഇന്നത്തെ മമ്മീൻ്റെ ഡാഡി ആഗ്രഹം എനിക്ക് സാധിച്ചു തന്നിരിക്കുകയാണ് കേട്ടോ. പള്ളി കഴിഞ്ഞ് ഞങ്ങൾ നേരെ പള്ളിയിൽ നിന്ന് കിട്ടിയ ഫുഡായിട്ടാണ് വന്ദേ ഭാരതിൽ കയറിയത്. മമ്മീൻ്റെ ഡാഡി ഒത്തിരി പ്രാവശ്യം വന്ദേ ഭാരത് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം അവർ വെജ് മീലാണ് കേട്ടോ ഓർഡർ ചെയ്യാറുള്ളത്. ഞാൻ കയറിയത് നോൺ വെജ് ഓപ്ഷനാണ് ചോദിച്ചത്. അവരുണ്ടെന്ന് പറഞ്ഞു. എക്സ്ട്രാ ഒന്നും ചാർജ് ചെയ്തില്ല കേട്ടോ. 1.5 മണിക്കൂറും കൊണ്ട് നമ്മൾ ബാംഗ്ലൂർ എത്തി. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലവിക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു. ബാംഗ്ലൂർ എത്താറായപ്പോഴാണ് കേട്ടോ കുഞ്ഞുണർന്നത്. പാല് കൊടുത്തു. ദേ പുറത്തിറങ്ങി ആള് നല്ല ഫ്രഷായി. പുറത്ത് ഞങ്ങളെയും കാത്ത് ഞങ്ങളുടെ കസിൻ അനീഷ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡാഡിയുടെ സിസ്റ്ററിന്റെ മകൾ, അതായത് അമ്മു ആന്റിയുടെയും ജോയങ്ങളുടെ മകനാണ് അനീഷും മനീഷും. അതുപോലെ തന്നെ ഡാഡിയുടെ ബ്രദറിന്റെ മകളുടെ, അതായത് സു ആന്റിയുടെ മോളാണ് ഷെറിൻ. ഷെറിൻ ഇവിടെ നഴ്സിംഗിന് പഠിക്കുകയാണ്. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇവരെല്ലാവരെയും കാണാൻ പറ്റിയത്. ഇവിടെ എല്ലാവരും ലവിക്കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ആളിതേ കാറ്റിലൊക്കെ കഴിച്ച് അനീഷിന്റെ കൂടെ ഒരു ബൈക്ക് റൈഡിംഗ് ഒക്കെ നടത്തി. പെട്ടെന്നാണ് കേട്ടോ സമയം പോയത്. ലവിക്കുട്ടൻ കുളിച്ച് ഫ്രഷ് ആയപ്പോഴത്തേക്ക് മനീഷിന്റെ വൈഫ് ജോലി കഴിഞ്ഞെത്തി. തൊട്ടടുത്ത വീട്ടിൽ ചെമ്മരിയാടിന്റെ സൗണ്ട് കേട്ടിട്ട് ലവിക്കുട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒന്ന് തൊട്ടൊക്കെ നോക്കി. ആൾക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് വെൽഡാഡിയുടെയും വെലുമമ്മയുടെയും വീട്ടിലേക്കാണ്. അവിടെ ചെന്നത് വെലുമമ്മയുടെ സ്പെഷ്യൽ പഴംപൊരിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റീച്ചാൻ്റെ അക്കയുടെ വീട്ടിലേക്കാണ് വന്നത്. നമ്മൾ റീച്ചാൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഡാഡി നട്ട ചക്കയുടെ പ്ലാവിന്റെ ചക്കയാണ് ഇത്, അല്ലേ? ആദ്യത്തെ ചക്ക നിങ്ങൾക്ക് പരിചയമുള്ളൊരു മുഖം ഇവിടെ ഉണ്ട്. ഒരു മിനിറ്റ്. മമ്മി, എല്ലാവരും എന്റെ വ്ളോഗിലുള്ളവർ ചോദിച്ചു എന്ത് പറയും മമ്മി സുഖമായിട്ടിരിക്കുന്നോ? അങ്ങനെ പിന്നെ നമ്മൾ ബാംഗ്ലൂർ മമ്മിയുമായി കൂടിയിരിക്കുകയാണ് ഗൈസ്. ഹലോ ഹലോ പറ, ഹായ് പറ. എന്റെ വ്ളോഗിൽ സുഖമായിട്ടിരിക്കുന്നോ? ഫ്രഷ് ചപ്പാത്തി എല്ലാരും റെഡിമെയ്ഡ് ഉണ്ടാക്കിയത്, ഞാൻ കുഴച്ച് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി. ഹലോ, രണ്ടുപേരുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ അല്ലേ? ഏത് ക്ലാസ്സിലേക്കാണ്? പേര് പറഞ്ഞേ. വിനീത ചേച്ചി ഉണ്ടാക്കി നല്ല ഫ്രഷ് ചപ്പാത്തി കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ചേച്ചി പറയുന്നുണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് വേണമെന്ന്. ബിരിയാണി എന്ന് കേട്ടാൽ പിന്നെ ഞാൻ അതിനകത്തോട്ട് കമന്ന് വീഴുമല്ലോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ കിടക്കാനായിട്ട് റീച്ചാൻ്റെ അക്കയുടെ വീട്ടിലേക്കാണ് എത്തിയത്. തൊട്ടപ്പുറത്ത് തന്നെയാണ് വീട്. ലവിക്കുട്ടൻ നോക്കിയപ്പോൾ അവന് പരിചയമുള്ള ഒത്തിരി ആളുകളുടെ ഫോട്ടോസ്. പിന്നെ അപ്പൂസിന്റെ ടോയ് കിട്ടിയപ്പോഴത്തേക്ക് അവൻ ബിസിയായി. ഡാഡിയുടെ ബ്രദറിന്റെ വീട്ടിൽ നിന്ന്, അതായത് വെല്ലുഡാഡിയും വെല്ലുമ്മയുടെയും വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഡാഡിയെ കൊണ്ട് ഞാൻ അപ്പം തന്നെ കട്ട് ചെയ്യിപ്പിച്ചു. അതും നല്ല തേൻ പോലത്തെ മധുരം. അങ്ങനെ മാങ്ങയും കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ചേച്ചി ഡാഡിക്കുള്ള ബൈബിളായിട്ട് വരും. ചേച്ചിയുടെ പപ്പ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കോട്ടയം ബൈബിൾ സൊസൈറ്റിയിലായിരുന്നു. ഇപ്പം റിട്ടയർ ആയി. പപ്പ കൊടുത്തുവിട്ടതാണ് ഡാഡിക്ക് വേണ്ടി ഈ ബൈബിള്. കൂടാതെ ഇവർ ദുബായ് പോയിട്ടുണ്ടായിരുന്നു. ആ വിശേഷങ്ങളും കൂടെ ഷെയർ ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തലേദിവസം കഴിച്ച നല്ല മധുരമുള്ള ചക്കയില്ലേ, ഈ കൊച്ചു പ്ലാവിൽ നിന്നാണ് കേട്ടോ ഉണ്ടായത്. ഇത് ഡാഡിയും റേച്ചാനും മമ്മിയും കൂടെ നട്ടുപിടിപ്പിച്ചതാണ് ഇവരുടെ 2 അപ്പാർട്ട്മെന്റിന്റെ ഇടയ്ക്ക്. അടിപൊളിയല്ലേ സംഭവം? അപ്പോൾ അടുത്ത റീലിൽ ബാക്കി വിശേഷം. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ.